രാത്രി 12:45 1 മണിയാവാനായി. കൂരിട്ട് വരാൻ നട്ടപ്പാതിരാക്ക് 1 മണിയോടുകൂടി റാസൽ ഹൈമയിലെ സ്റ്റെയർവേസ് ടു ഹെവൻ, അതെ സ്വർഗത്തിലേക്കുള്ള ഏണിപ്പടികൾ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു സ്ഥലത്തേക്കുള്ള ഹൈക്കിങ്ങിന് വേണ്ടി ഞങ്ങൾ ബേസ് ക്യാമ്പിൽ രാത്രി 1 മണിയോടുകൂടി തന്നെ എത്തി. ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് അവിടെ നിന്ന് സുബിയോടുകൂടി ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. യാത്രയിലുടനീളം ക്ഷീണം പറ്റാതിരിക്കാൻ ചോക്ലേറ്റ്സുകൾ, നട്ട്സുകൾ, അത്യാവശ്യത്തിനുള്ള കുടിവെള്ളം, ഫ്രൂട്ട്സും നട്ട്സും, എന്തിന് സുലൈമാനിയും ബോയിൽഡൊക്കെ ആയിട്ട് ഞങ്ങൾ ക്ഷീണം പറ്റാതിരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ കരുതിയിരുന്നു. പടച്ചോൻ്റെ ഭൂമി എന്തൊരു സുന്ദരമാണെന്നോ, എത്ര തന്നെ ഇതിലൂടെ നടന്നാലും മടുക്കില്ല. സംഭവം നമ്മൾ ടയേർഡായി ക്ഷീണിച്ചതാണെങ്കിലും ഒരുപാട് പുതിയ പുതിയ കാഴ്ചകളും ഒരുപാട് മൃഗങ്ങൾ, അതായത് ആടുകളാട്ടോ കൂടുതൽ, പലതരം പക്ഷികളൊക്കെ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഭൂമിൻ്റെ ഓരോരോ രസമുള്ള മലകൾ, അതിൻ്റെ അടിയിലുള്ള ആ ഗുഹകൾ, പൊത്തുകൾ, പലതരം പറവകൾ, ഇതൊക്കെ കണ്ട് ഹൈക്ക് ചെയ്യാൻ എന്തോരു രസമാണെന്നറിയോ. ഏകദേശം 18 കിലോമീറ്ററാണ് ഞങ്ങൾ നടന്നത്, 9 മണിക്കൂറോളടുത്ത്. പിന്നെ ഇത് കഴിഞ്ഞ് തിരിച്ച് വരാൻ മോനെ കയ്യും കാലൊക്കെ ഒരു വേദന ഉണ്ട്. ഈ റൂട്ടിൽ ഒരുപാട് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപാട് ആടുകളൊക്കെ നമ്മൾ കാണുന്ന ഈ സ്ഥലത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകൾ, നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ചു പോകുന്ന സംഭവം കേട്ടോ. ഈ പാറകളുടെ ഒക്കെ ഷേപ്പുകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നടത്തം നിർത്താൻ തോന്നില്ല. അതികഠിനമായ ചൂട് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊക്കെ ഇവിടെ മസ്റ്റായിട്ട് ഒരു ബിഗിനർ ലെവലിൽ ഹൈക്കിങ്ങേറിനും പോകാൻ പറ്റുന്നൊരു സംഭവമാണത്. നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണോ, മസ്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു ഹൈക്കിംഗ് ആണ് ദ സ്റ്റെയർവേ ടു ഹെവൻ എന്ന് പറയപ്പെടുന്ന റാസൽ ഹൈമയിലെ ഹൈക്കിങ്. ഏകദേശം ഒരു ഉച്ചയോടുകൂടി ഞങ്ങൾ തിരിച്ചിറങ്ങി 4 മണിക്കാട്ടോ താഴെത്തിയത്. അവിടുത്തെ ഒരു ലോക്കലിനോട് ചോദിച്ചിറങ്ങി ഏറ്റവും തൊട്ടടുത്തുള്ള കടയിൽ പോയി ഭക്ഷണം കഴിച്ചപ്പോഴാണ് റായത്തായത്.